ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രഞ്ജീഷിൻ്റെ ഉണ്ടെങ്കിൽ മരണത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ചയായിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം എന്നുള്ളൊരു കഥ തന്നെയാണ്. രഞ്ജീഷ് ഉണ്ടെങ്കിൽ കുമളിയിലുണ്ടെങ്കിൽ ഒരു കണ്ടക്ടറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നത്. തൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ കണക്ക് ജോലിക്ക് വേണ്ടി വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചുകൊണ്ടെങ്കിൽ വേറെ ഒരാളായിട്ടും ബന്ധത്തിലൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ കുറച്ച് പൈസക്കാരനൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ അയാളുമായിട്ട് ബന്ധത്തിലാവുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇവർക്കൊരു മോള് പോലും നാട്ടിൽ ഉണ്ടായിരുന്നു. ആ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് രഞ്ജീഷ് തന്നെയായിരുന്നു. സ്കൂളിൽ വിടുന്നതും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഇത് കണക്ക് രഞ്ജീഷ് തന്നെയായിരുന്നു. അതൊന്നും അറിയിക്കാതായിരുന്നു രഞ്ജീഷ് ഉണ്ടെങ്കിൽ കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരികയും അതോടെ തന്നെ കുട്ടിയെ വേണമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ കോടതിയിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സാധാ രീതിയിലുണ്ടെങ്കിൽ ഈ കുട്ടി തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അമ്മയോട് തന്നെ വളരേണ്ട ഒരു സെർട്ടൺ ഏജ് വരെ എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ കോടതി ഉണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിന്നിരുന്നതും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടി ഉണ്ടെങ്കിൽ അമ്മയെ ഏൽപ്പിക്കാനുള്ള രീതിയിലായിരുന്നു വിധി വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത് കേട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ രഞ്ജീഷിന് സഹിക്കാൻ വയ്യാതാണ് ഇതാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ് വെളി വരുന്നത്. എന്തായിരുന്നാലും ശരി, അത് ഭയങ്കരമുള്ളൊരു മോശമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഉണ്ടെങ്കിൽ ഇത്രയും നാൾ വളർത്തിയതുണ്ടെങ്കിൽ രഞ്ജീഷാണ്. ആ സമയത്തുണ്ടെങ്കിൽ ആ സ്ത്രീ ഉണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ആനുകൂല്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ളൊരു മാനസികാവസ്ഥയിലൂടെ പോയപ്പോഴത്തേക്ക് രഞ്ജീഷ് ചെയ്തായിരിക്കും. പക്ഷേ ഞാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ന്യായീകരിക്കുന്നില്ല. ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജീവനുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എടുക്കാനേ പാടില്ല. അത് മോശമുള്ളൊരു കാര്യമാണ്. വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടി. അതിന് പകരം കൊണ്ട് ഇതേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല.